പഴയിടത്തിൻ്റെ സദ്യ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കി. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കുമ്പളങ്ങ, കായ, ചേന, വെള്ളരിക്കൊക്കെ വെച്ച് പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിന്ന് കുമ്പളങ്ങ വെച്ചിട്ടാണ് പുളിശ്ശേരി ഉണ്ടാക്കി നോക്കിയത്. 2 പച്ചമുളക് ഇട്ടു, കുറച്ച് കറിവേപ്പില, മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് വേവിച്ചെടുക്കുക. കഷ്ണങ്ങളൊക്കെ വേവണ സമയം കൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ അരപ്പ് റെഡിയാക്കാം. തേങ്ങയും ജീരകവും കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതിൽ തൈരാണ് കേട്ടോ അരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, വെള്ളം ഉപയോഗിക്കുന്നില്ല. നല്ല നൈസായിട്ട് അരച്ചെടുക്കുക. പിന്നെ നമ്മൾ കുമ്പളങ്ങ ഒക്കെ നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം അതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ചത് അധികം വെള്ളമില്ലാണ്ട് കുറച്ച് കട്ടിക്കാണ് കേട്ടോ അരച്ചെടുത്തത്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തേങ്ങ നന്നായിട്ട് വെന്ത് വരണം. തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം. നന്നായിട്ട് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള തൈരൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇവിടെയും വെള്ളം ഉപയോഗിക്കണില്ല. നമുക്ക് എത്ര ചാറ് വേണോ അല്ലെങ്കിൽ ഗ്രേവി വേണോ അതിനനുസരിച്ച് നമ്മൾ തൈരാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. തേങ്ങയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള തൈര് നന്നായിട്ട് ഉടച്ചെടുക്കുക. കട്ടയൊന്നും പാടില്ല. എന്നിട്ട് ഒഴിച്ചു കൊടുക്കുക. തൈര് ഒന്ന് തിളച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് കടുകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് അവസാനം കുറച്ച് ഉലുവാപ്പൊടി, വറുത്ത് പൊടിച്ച് വെച്ച ഉലുവയാണ്, അത് ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് ഇളക്കി കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ സദ്യക്കൊക്കെ പോയി കഴിക്കണ അതേ പുളിശ്ശേരിയുടെ ടേസ്റ്റ് തന്നെ കിട്ടും.